ഈ സംഭവമെല്ലാം നടക്കുന്നത് അറഫയുടെ സമയത്താണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാന പ്രസംഗം നടന്ന ദിവസം, ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയ ദിവസം. ആ ദിവസത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇവിടെ വെച്ച് അവരോട് ഐക്യദാർഢ്യം എന്ന രീതിയിൽ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം നോമ്പനുഷ്ഠിക്കുകയും ചെയ്യണം. 2 വർഷത്തെ പാപങ്ങൾ, വരാനിരിക്കുന്ന 1 വർഷത്തെയും കഴിഞ്ഞുപോയ 1 വർഷത്തെയും പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പാണ് അറഫയുടെ നോമ്പ് എന്ന് പറയുന്നത്. മഹാന്മാര് പറഞ്ഞു, വരുന്ന 1 കൊല്ലത്തെ പാപം പൊറുക്കണമെങ്കിൽ 1 കൊല്ലം കൂടി അവൻ ജീവിച്ചിരിക്കണ്ടേ. അതിനർത്ഥം ഈ നോമ്പ് നോക്കിയാൽ 1 കൊല്ലം അവന് ദീർഘായുസ് നീട്ടിക്കിട്ടും എന്ന് പോലും അനുമാനം പറഞ്ഞ മഹാന്മാര് നമ്മുടെ മുന്നിലുണ്ട്. അതിനർത്ഥം അവൻ മരിക്കൂല എന്നല്ല, അങ്ങനെ ഒരു സാധ്യതയും ഉലമാ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസങ്ങളൊക്കെ നല്ലതുപോലെ ധന്യമാക്കാനും ഇബാദത്തുകളെ കൊണ്ട് നിറക്കാനും അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകാൻ